കരുത്തനായ ബീഫിന്റെ അമിതഭാരം എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ കുഞ്ഞൻ കൂർക്കയോളം കഴിവ് മറ്റാർക്കുമില്ല. നമ്മുടെ തൃശ്ശൂർക്കാരുടെ കൂർക്കയും ബീഫ്. ആദ്യം നമ്മുടെ ഈ കുഞ്ഞൻ കൂർക്കയെ മഞ്ഞളും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കും. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫിനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഉപ്പ് ഗരം മസാല ചേർത്തങ്ങ് മയക്കിയെടുക്കും. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 5 വിസിൽ വരെ അങ്ങ് വേവിക്കുക. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ച് ഇഞ്ചീരകം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് വയറ്റണം. അതിലേക്ക് നീളത്തിലരിഞ്ഞ സവോളയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വയറ്റിയെടുക്കും. തക്കാളി കൂടി ചേർത്ത് നന്നായി ഉടച്ച് യോജിപ്പിക്കും. എല്ലാം കൂടി നന്നായി വഴന്ന് വെണ്ണ പോലെ ആകും. മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലയും ചേർത്ത് ആ മണം അങ്ങ് അന്തരീക്ഷത്തിൽ മസാല മൂത്ത് വന്ന് അതിന്റെ പച്ചമണം മാറി വരുമ്പോൾ കുക്കറിൽ പഞ്ഞി പോലെ വെന്ത് നിൽക്കുന്ന ബീഫും വെന്ത കൂർക്കയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ എന്റെ പൊന്നോ, ആ കൂർക്കയ്ക്ക് പോലും ബീഫിനോളം രുചി ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.